ഹാരപ്പൻ സംസ്കാരത്തിൽ നിന്ന് കണ്ടെടുത്ത ശിവഭഗവാന്റെ വിഗ്രഹത്തിലെ കൊത്തുപണിയിലുള്ള ഗോരക്ഷാസനം മുതൽ കൂർമാസനം വരെ നിഷ്പ്രയാസം ചെയ്യാൻ കഴിയുന്ന 80-കാരനായ യോഗാചാര്യനുണ്ട് കോഴിക്കോട്. പഠിച്ചും പഠിപ്പിച്ചുമുള്ള തന്റെ ഉപാസന ശാസ്ത്രീയ അടിത്തറ കൂടിയുള്ളതാണെന്ന തിരിച്ചറിവാണ് ഈ യോഗാദിനത്തിൽ ഉണ്ണിരാമൻ പങ്കുവയ്ക്കുന്നത്. യോഗയൊരു തപസ്യയാണ്. മനസ്സിനെയും ശരീരത്തെയും വരുതിയിലാക്കാനുള്ള ഏറ്റവും നല്ല മരുന്ന്. ഇത് ഗോരക്ഷാസനം. യോഗാസനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും പ്രയാസകരവുമായ ആസനം. ഹാരപ്പൻ സംസ്കാരത്തിൽ നിന്ന് കണ്ടെടുത്ത ശിവഭഗവാന്റെ വിഗ്രഹത്തിലെ കൊത്തുപണിയിലുള്ള ആസനം. നിരന്തരം യോഗ പരിശീലിക്കുന്ന ഒരാൾക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന ആസനം കൂടിയാണിത്. ഇത് നാസിക സ്പർശാസനം. കുട്ടികളിൽ ഏകാഗ്രത വർദ്ധിപ്പിക്കാൻ അത്യുത്തമം. കൂർമാസനം. ഉദരസംബന്ധമായ അസുഖങ്ങൾക്ക് പരിഹാരം കാണാനും മനസ്സിന് ശാന്തത കൈവരാനും കൂർമാസനം ചെയ്യുന്നതിലൂടെ സാധിക്കും. ഇങ്ങനെ ഓരോ യോഗാസനങ്ങളും ശരീരത്തിനും മനസ്സിനുമുള്ള മരുന്നാണ്. ഏകലോകത്തിനും ആരോഗ്യത്തിനും യോഗ എന്ന ആശയവുമായാണ് ഈ വർഷത്തെ യോഗാ ദിനം ആചരിക്കുന്നത്. ഇരുപത്തിരണ്ടാം വയസ്സിൽ അവിചാരിതമായാണ് ഉണ്ണിരാമൻ യോഗയിലേക്ക് കടന്നു വരുന്നത്. കണ്ടതും കേട്ടതുമല്ല യോഗ, അതിനൊരു മനുഷ്യനെ അടിമുടി മാറ്റാൻ കഴിയുമെന്ന തിരിച്ചറിവിൽ നിന്ന് യോഗയെക്കുറിച്ച് ആഴത്തിൽ പഠിച്ചു. അപ്പോൾ ഒരു മനുഷ്യനെ സമഗ്രമായി മാറ്റം ഉണ്ടാക്കുന്നതിൽ യോഗ സഹായിക്കുന്നുണ്ട്. ഒന്ന്, അവരുടെ വ്യക്തിത്വ വികാസത്തിന്, പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് യോഗ സഹായിക്കുന്നുണ്ട്. കൂടാതെ എന്തെങ്കിലും മാനസിക സംഘർഷമൊക്കെ ഉണ്ടായാൽ അതിനെ നമുക്ക് നേരിടാനുള്ള അവസ്ഥ ഉണ്ടാക്കിയെടുക്കാം. മാനസിക സംഘർഷത്തിൻ്റെ കാര്യങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റണമെന്നില്ല. വീട്ടിലായാലും ജോലി സ്ഥലത്തായാലും പഠിക്കുന്ന സ്ഥലത്തായാലും. പക്ഷെ അവിടെ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തി ഏത് അവസ്ഥയെയും അതിജീവിക്കാനുള്ള അതിശക്തമായ ഒരു കഴിവ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കും. അത് യോഗ സഹായിക്കുന്നുണ്ട്. ഇതിനൊക്കെ പുറമെ ഇന്ന് കാണുന്ന ഒട്ടനവധി രോഗങ്ങൾക്ക് യോഗ വളരെ സഹായിക്കുന്നുണ്ട്. പിന്നെ കൂടാതെ മാനസിക സംഘർഷം ലഘൂകരിക്കാൻ യോഗ സഹായിക്കുന്നുണ്ട്. സ്ട്രെസ്സ്, യോഗയാണ് ഏറ്റവും മഹത്തായ സംവിധാനം. അപ്പോൾ യോഗ കൊണ്ടുള്ള പ്രയോജനം എന്ന് പറയാൻ നമുക്ക് എത്ര പറഞ്ഞാലും തീരാത്ത പ്രയോജനം നമുക്ക്. ശരീരം, മനസ്സ്, ആത്മാവ് എന്നിവയുടെ ക്യാൻവാസുകളെ കുറിച്ചുള്ള അവബോധത്തിന്റെ കലാസൃഷ്ടിയാണ് യോഗയെന്ന് ഉണ്ണിരാമൻ പുതുതലമുറയെ ഓർമ്മപ്പെടുത്തുകയാണ്. യോഗ ഒരു മനുഷ്യനെ എങ്ങനെയൊക്കെ സ്വാധീനിക്കുമെന്നതിന്റെ തെളിവാണ് ഉണ്ണിരാമന്റെ ജീവിതം. ഭാരതീയ സംസ്കാരം ലോകത്തിന് നൽകിയ സംഭാവനയാണ് യോഗ. അത് പുതുതലമുറയ്ക്ക് പകർന്നു നൽകുക കൂടിയാണ് ഉണ്ണിരാമൻ. പുതുതലമുറ ഇനിയും യോഗയിലേക്ക് കടന്നു വരണം. അതിനുള്ള പരിശ്രമമാണ് ഇനി നടക്കേണ്ടത്. ക്യാമറമാൻ സന്തോഷ് മണ്ണാർക്കാടിനൊപ്പം അനഘ ഹർഷൻ, ജനം.